dear children, welcome to Kids Area Online. Class 1 second term exam start ചെയ്യാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചായിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് മലയാളം പഠിച്ചാലോ? റെഡിയാണോ? ഓക്കെ, മലയാളം പഠിക്കാൻ. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേമിൻ്റെ ട്യൂഷൻ ഡിസംബർ 29 സ്റ്റാർട്ട് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 1ാം ക്ലാസ്സിൻ്റെ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 ആണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ 1 hour ലൈവ് ക്ലാസ് ആണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ ഇംഗ്ലീഷും മലയാളവും എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മെയ് വെക്കേഷനിലാണ്. അത് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. മാർച്ച് ആ ടൈമിലൊക്കെ ആയിരിക്കും അഡ്മിഷൻ വരുന്നുണ്ടാവുക. കിഡ്സ് ഏരിയ ഓൺലൈൻ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇവയൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? പോഷകപാത്രം നിറയ്ക്കാം. എന്താ പഠിക്കാൻ പോകുന്നേ? പോഷകപാത്രം നിറയ്ക്കാം. ഈ കുട്ടിയുടെ കയ്യിൽ എന്താ ഉള്ളത്? പാത്രമാണുള്ളത്. കണ്ടായിരുന്നോ? ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ എന്തൊക്കെയോ കാണുന്നുണ്ടല്ലോ. ബിരിയാണിയാണോ? അല്ല. പിന്നെ എന്താ? ഐസ്ക്രീം ആണോ? അല്ല. ഇതെന്താ? മീൻ. ഇതോ? പഴം. മീൻ, പഴം ഇതൊക്കെ ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ? ശരീരത്തിന് നല്ലതാണോ ദോഷമാണോ? നല്ലതാണല്ലേ. അപ്പോൾ പോഷകപാത്രം എന്ന് പറയുമ്പോൾ പോഷകങ്ങൾ മാത്രമേ പാടുള്ളൂ. ശരീരത്തിന് നല്ല ആഹാരം മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ പാത്രത്തിൽ നല്ല ആഹാരങ്ങളാണ് വരയ്ക്കാനുള്ളത്. മീനുണ്ട്, പഴമുണ്ട്, വേറെ എന്തൊക്കെ നമുക്ക് വരയ്ക്കാം? പറഞ്ഞേ. ഈ പോഷകപാത്രം നിറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കാം? ഇവിടെ ഒരു ഐസ്ക്രീമിന്റെ ചിത്രം തന്നാൽ ഐസ്ക്രീമിന്റെ ചിത്രം ഇതിലോട്ട് വരച്ച് ചേർക്കാൻ പറ്റുമോ? നോ. ബർഗർ? നോ. ഓറഞ്ച്? യെസ്, ഓറഞ്ച് ഫ്രൂട്ട് ആണല്ലേ, പഴമാണ്, അത് വരയ്ക്കാം. പാൽ, മിൽക്ക്, പാൽ. ആ പാലും നല്ലതാ, അതും വരച്ച് ചേർക്കാം. ഇറച്ചിയാണെങ്കിലോ? ആ ഇറച്ചിയും ശരീരത്തിന് നല്ലതാ, വരച്ച് ചേർക്കാം. തക്കാളി ആണെങ്കിലോ? തക്കാളി പച്ചക്കറിയാണ്, അതും വരച്ച് ചേർക്കാം. അല്ലാതെ ഐസ്ക്രീം, ബർഗർ ഇതുപോലുള്ളവ എന്ത് ചെയ്യാം? ചോക്ലേറ്റ് ഇതുപോലുള്ള ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. പിസ്സ ഇതുപോലുള്ള ഒന്നും പോഷകപാത്രത്തിൽ വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് നൽകിയിട്ട് പോഷകപാത്രം നിറയ്ക്കാൻ നിങ്ങൾ ഇതിൽ ഏതൊക്കെ തിരഞ്ഞെടുക്കും എന്ന് ചോദിച്ചാൽ ശരിയായിട്ട് നിങ്ങൾ വരച്ച് ചേർക്കില്ലേ? ഏതൊക്കെയാണെങ്കിൽ മാത്രമേ വരയ്ക്കാവൂ? പഴങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പോഷകപാത്രത്തിലേക്ക് വരച്ച് ചേർക്കണം. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ പച്ചക്കറി ഉണ്ടെങ്കിൽ പച്ചക്കറിയും എന്ത് ചെയ്യണം? ഈ ഒരു പാത്രത്തിലേക്ക് വരച്ച് ചേർക്കണം. ഇലക്കറികൾ ഉണ്ടെങ്കിലോ? ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ചീര, മുരിങ്ങയില അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വരച്ച് ചേർക്കണം. പാൽ ഉണ്ടെങ്കിൽ വരച്ച് ചേർക്കണം. മുട്ടയുണ്ടെങ്കിൽ വരച്ച് ചേർക്കണം. ഇറച്ചി ഉണ്ടെങ്കിൽ വരച്ച് ചേർക്കണം. മീനുണ്ടെങ്കിൽ വരച്ച് ചേർക്കണം. അപ്പോൾ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പാൽ, മുട്ട, മീൻ, ഇറച്ചി ഇതൊക്കെ നമുക്ക് പോഷകങ്ങൾ ഉള്ളതാണ്. പോഷകപാത്രം നിറയ്ക്കാനായിട്ട് പോഷകങ്ങൾ ഉള്ള ആഹാരം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ പോഷകപാത്രത്തിലേക്ക് വരച്ച് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ പോഷകപാത്രത്തിൽ എന്തൊക്കെ പാടുള്ളൂ? പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പാൽ, മുട്ട, മീൻ, ഇറച്ചി ഇതുപോലുള്ളവ ശരീരത്തിന് നല്ലതായിട്ടുള്ളവ മാത്രമേ പോഷകമുള്ളൂ. അപ്പോൾ അത് മാത്രമേ പോഷകപാത്രത്തിൽ വരച്ച് ചേർക്കാനായിട്ട് പാടുള്ളൂ. അപ്പം ഇങ്ങനൊരു ചോദ്യം വന്നാൽ എല്ലാവരും ഉത്തരം എഴുതില്ലേ? ഐസ്ക്രീം വരച്ച് ചേർക്കോ ഇതിലേക്ക്? ഐസ്ക്രീമിന്റെ ചിത്രം ഉണ്ടെങ്കിൽ അത് ഇതിനോട്ട് യോജിപ്പിക്കോ? ഇല്ല. ചോക്ലേറ്റിന്റെ പിക്ചർ ഉണ്ടെങ്കിലോ? ചോക്ലേറ്റ് ഇല്ല. ഡോണറ്റിന്റെ ചിത്രം ഉണ്ടെങ്കിലോ? ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം?
നല്ലതുപോലെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നല്ലതുപോലെ നോക്കിയിട്ട് എന്ത് ചെയ്യണം? ആൻസർ എഴുതണം. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.